ക്രിപ്റ്റോ പവറിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഡംപ് തന്നെയാണ്. നമ്മളിപ്പം ഒരു ബിറ്റ് കോയിൻ ആണെങ്കിൽ $70,000 വരെ എത്തിയിട്ട് വീണ്ടും നല്ല രീതിയിൽ ഡംപായി. അതിനുള്ള മെയിൻ കാരണം ഇപ്പം US ബിറ്റ് കോയിൻ കുറച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ഇതാണ് ഇത് ഡംപാവുന്നത്. നേരത്തെ ആണെങ്കിൽ അവർ ജർമ്മനി മൊത്തം വിറ്റപ്പോഴാണെങ്കിൽ അവർ വിറ്റത് ഭാഗ്യമായി. മൊത്തം വിൽക്കുകയാണെങ്കിൽ അത്രയും നമുക്കൊരു മാർക്കറ്റ് നല്ലതാണ്. അപ്പോൾ ജർമ്മനി മൊത്തത്തിൽ സോൾഡ് ആക്കിയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിനി ആ ഒരു പാനിക്കില്ല. പിന്നെ MTGOX ആണെങ്കിലും റീപേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം മാർക്കറ്റ് നോക്കിയാൽ ഇപ്പം ഇന്നാണെങ്കിൽ FOMCയുടെ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 11:30 ആ ടൈം, ഇന്ത്യൻ ടൈം 11:30 ആകുമ്പോഴത്തേക്ക്. അപ്പം നല്ല രീതിയൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റ് ഉണ്ടാവും, നല്ല ഡംപ് പമ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മിക്കവരും ഇപ്പോൾ ആൾട്ടുകോയിനൊക്കെ ബൈ ചെയ്തിട്ട് ആകെ ലോസിലായിരിക്കും. ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് ആൾട്ടുകോയിനൊരു ചലനം പോലും ഇല്ല. ഏതാണ്ട് ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു പമ്പാവുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. പുതിയതായിട്ട് വരുന്ന പ്രൊജക്റ്റുകളായിരിക്കും ചിലപ്പോൾ പമ്പോ ഡമ്പോ ഒക്കെ ഉണ്ടാകുന്നത്. അല്ല, നമ്മുടെ ഒരുവിധമുള്ള ഓൾഡ് പ്രൊജക്റ്റുകൾ ഇപ്പം 2021 ആ ഒരു പമ്പ് കണ്ടവരാണെങ്കിൽ ഈ ഒരു പമ്പ് ഒന്നുമില്ല. ഒരു ചെറിയൊരു ആൾട്ടുകോയിൻ ചെറുതായിട്ടൊന്ന് പോയതേ ഉള്ളൂ. അന്നൊരു മാർച്ചിലാണ് ആൾട്ടുകോയിനൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പമ്പായത്. ഏപ്രിൽ തൊട്ട് ആ ബിറ്റ് കോയിൻ്റെ ഹാൽവിങ്ങിന് ശേഷം ആൾട്ടുകോയിനും എല്ലാം നല്ല രീതിയിൽ തന്നെ ഡംപായിട്ടുണ്ട്. പല ആൾട്ടുകോയിനും 2022 കാട്ടി ആ ഒരു ഡംപിൽ തന്നെയാണ് പലതും വന്നിരിക്കുന്നത്. ഇപ്പം ബൈ ചെയ്യാമെന്ന് വെച്ചാൽ ബൈ ഒക്കെ ചെയ്യാം. അപ്പോൾ ചെറിയ രീതിയിൽ ബൈ ചെയ്യാം, വലിയ എമൗണ്ട് ഇട്ടൊന്നും ബൈ ചെയ്യണമെന്ന് പറയില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പല ആൾട്ടുകോയിന് അപ്പോൾ ഒന്നി മാത്രം ഫോക്കസ് ചെയ്ത് പലതിലും ഫോക്കസ് ചെയ്യാം. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളെ മാറ്റിക് ആയാലും ഇപ്പം ഡോട്ട് ആയാലും അവാക്സ് ആയാലും അങ്ങനെ ടോപ്പിലുള്ള ARB ഒക്കെ ഒന്ന് നോക്കാം, സുയി നോക്കാം, പിന്നെ ബേക്കറി ടോക്കൺ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ GRT ഒന്നും മിസ് ചെയ്യരുത്. പിന്നെ NFP അറിയായിരിക്കും, പിന്നെ സായി അറിയായിരിക്കും. സായി ഒക്കെ പ്രൊജക്റ്റാണ്. അപ്പം പിന്നെ കാസ്പ, പിന്നെ ടോൺ കോയിനൊക്കെ ഇപ്പം ഇച്ചിരി ഡൗണിലാണ്. പിന്നെ ഫയൽ കോയിൻ, സ്റ്റോറേജ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡോ കോയിനൊക്കെ നോക്കാം. അപ്പോൾ ഷിബ നോക്കാം. ഷിബയൊക്കെ പിന്നൊന്നും പമ്പായിട്ടില്ല, അപ്പോൾ അതൊക്കെ വീണ്ടും ഒരു നല്ലതായിട്ട് പമ്പാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പഴയ പ്രൊജക്റ്റ് ആണെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റികളും കാര്യങ്ങളും ഉള്ള പ്രൊജക്റ്റുകളാണ്. ടോപ്പിലുള്ള പ്രൊജക്റ്റുകളെ മാക്സിമം ഒരു 500-നുള്ളിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ ലോ ക്യാപ്പായിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്, പുതിയതായിട്ട് വരുന്ന പ്രൊജക്റ്റുകളുണ്ട്. അത് നിങ്ങൾ ബൈ ചെയ്തിടുക. എന്തൊക്കെയായാലും അത് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിങ്ങാണ്, ഇത് കണ്ടിട്ട് ആരും പാനിക്കൊന്നും ആവണ്ട. ഇപ്പം ബിറ്റ് കോയിൻ മാത്രമേ, ഇപ്പം ബിറ്റ് കോയിൻ്റെ ആണെങ്കിൽ ഡൊമിനൻസ് നല്ല രീതിയിൽ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ആൾട്ടുകോയിന് പഴയ പോലുള്ളൊരു ഊർജ്ജമൊന്നും വരുന്നില്ല. നമുക്ക് നോക്കാം, എന്തൊക്കെയായാലും മാർക്കറ്റ് എന്തൊക്കെയായാലും തിരിച്ച് കയറും, നല്ല രീതിയിൽ ആൾട്ടുകോയിനൊക്കെ പോകും. ബൈ ചെയ്യാം, പക്ഷേ അത് നിങ്ങൾ റിസ്ക് നോക്കി മാത്രം ബൈ ചെയ്യുക. എല്ലാ ഫണ്ടുകളും എടുത്ത് ആൾട്ടുകോയിന് ഇടാതിരിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.